അയാൾക്ക് $10 മില്യൺ US പ്രഖ്യാപിച്ച ഒരു ടെററിസ്റ്റിന് US പ്രസിഡന്റ് തന്നെ ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വർഷം 2000 അഹമ്മദ് അൽ-ഷാറ ഇറാഖിലെ അൽ ഖ്വയ്ദയിൽ ചേർന്നു. ഒസാമ ബിൻ ലാഡൻ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിവെച്ച ടെററിസ്റ്റ് ഗ്രൂപ്പ് പിന്നീട് 2011 സിറിയയിലെ സിൽവാറിനിടയിൽ അയാള് ജബാദ് അൽ നുസ്ര ഫൗണ്ട് ചെയ്തു. സിറിയയിലെ അൽ ഖ്വയ്ദയുടെ വേറൊരു ബ്രാഞ്ച് ആയിരുന്നു. അതുകൊണ്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന് 2013 അയാളെ മുദ്രകുത്തി. വാഷിംഗ്ടണിൽ റിവാർഡ് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ $10 മില്യൺ ബൗണ്ടി അയാളുടെ തലക്ക് പ്രഖ്യാപിച്ചു. അതേസമയത്ത് അയാളെ ബിൻ ലാഡന്റെ അത്രയും അപകടകാരിയായിട്ടായിരുന്നു US കണ്ടിരുന്നത്. പിന്നീട് 2016 ജുലാനി അൽ ഖ്വയ്ദയിൽ നിന്ന് സ്പ്ലിറ്റ് ആയി. പിന്നീട് അതിനവർ പുതിയൊരു പേരും കൊടുത്തു. ഈ ഗ്രൂപ്പ് തുടങ്ങിയതിനു ശേഷം അയാൾ വെസ്റ്റേൺ മീഡിയസിന് ഇന്റർവ്യൂ നൽകിയായിരുന്നു. അന്ന് അയാള് മീഡിയയുടെ മുന്നിൽ പറഞ്ഞത് അയാൾ സിറിയൻ നാഷണലിസ്റ്റ് ആണ്, അയാൾ ഒരു ജിഹാദിയോ അല്ലെന്നാണ്. എന്നിട്ടും US അയാളെ ടെററിസ്റ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടില്ലായിരുന്നു. 2023-24 അസാദ് ഗ്രൂപ്പിന്റെ തകർച്ചയിൽ തുടർന്ന് അൽ-ഷാറ ഡൊമിനന്റ് റെബൽ ഫോഴ്സ് ആവുകയും പിന്നീട് 2024 ഡിസംബറിൽ ജുലാനി അൽ-ഷാറയെ സിറിയയുടെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ഒറ്റ രാത്രി കൊണ്ട് അമേരിക്ക ടെററിസ്റ്റാന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു രാജ്യത്തിന്റെ റൂളറാണ്. ഇതിനെല്ലാം ശേഷം 2025 മെയ്യില് റിയാദിൽ നടന്ന GCC സമ്മിറ്റില് ട്രംപ് വരികയും അഹമ്മദ് അൽ-ഷാറയെ മീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ട്രംപ് അയാളെ young, attractive guy, tough guy, strong pass, very strong pass fighter. അയാളെ പുകഴ്ത്തുകയാണ് ചെയ്തത്. 12 വർഷം മുമ്പേ തീവ്രവാദി എന്ന് പ്രഖ്യാപിച്ച അതേ രാജ്യത്തിലെ പ്രസിഡന്റ് ഇപ്പോൾ അയാളുമായിട്ട് ഷെയ്ക്കാൻ വിട്ടു. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊളിറ്റിക്സിൽ ഇന്നത്തെ തീവ്രവാദി ചിലപ്പോൾ നാളത്തെ ഭരണാധികാരിയാണ്.